ഗുഡ് മോർണിംഗ് ഓൾ. നമുക്കിനി എടുക്കാനുള്ളത് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസറാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അനലോഗ് ഡിജിറ്റൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഡ്യൂസർ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ പെട്ടതാണ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ രണ്ട് ട്രാൻസ്ഡ്യൂസർ പഠിച്ചിട്ടുണ്ട്. പ്രൈമറി സെക്കൻഡറി ഇല്ലേ, അതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും. അപ്പോൾ അനലോഗ് ട്രാൻസ്ഡ്യൂസർ നമുക്കറിയാം, നമ്മുടെ ഇൻപുട്ട് സിഗ്നലിനെ നമ്മൾ ഔട്ട്പുട്ട് സിഗ്നലാക്കി മാറ്റുന്നതായിരിക്കും വിച്ച് ഈസ് എ കണ്ടിന്യൂസ് ഫങ്ഷൻ ഓഫ് ടൈം. അതായത് ഇൻപുട്ട് ഇപ്പോൾ നമ്മൾ ഒരു കണ്ടിന്യൂസ് ഫങ്ഷൻ ഓഫ് ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻപുട്ടിന് ഇൻപുട്ട് സിഗ്നൽ നമ്മൾ ഒരു വേരി ചെയ്യുക. ഇതാണ് സൈൻ. നമുക്കറിയാം കണ്ടിന്യൂസ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇൻപുട്ട് എങ്ങനെയാണ് ഇപ്പോൾ ഇൻപുട്ടിൽ ഇപ്പോൾ നമ്മളൊരു പ്രഷർ കൊടുക്കുക, നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യും, ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് എങ്ങനെയായിരിക്കും വരുന്നത്. ഇപ്പോൾ ഇൻപുട്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അല്ലേ, ഔട്ട്പുട്ട് എന്തായിരിക്കും, ഇൻപുട്ടിൽ ഇപ്പോൾ നമ്മൾ പ്രഷറാണ്, ഒരു പ്രഷർ ട്രാൻസ്ഡ്യൂസർ പ്രഷർ ആകുമ്പോൾ ഔട്ട്പുട്ടിൽ എന്തായിരിക്കും, വോൾട്ടേജ് ആയിരിക്കും. അത് ഇങ്ങനെ തന്നെ ആയിരിക്കും. അതായത് ഇൻക്രീസ് നമ്മൾ പ്രഷർ കൂടുമ്പോൾ വോൾട്ടേജും കൂടുതലായിരിക്കും, പ്രഷർ കുറയുന്ന സമയത്ത് വോൾട്ടേജും കുറവായിരിക്കും. അതായത് ഒരു ഇൻപുട്ട് എന്താണോ അതിനനുസരിച്ച് എന്തായിരിക്കും ഔട്ട്പുട്ടും. ഒരു ടൈമിൻ്റെ കണ്ടിന്യൂസ് ഫങ്ഷൻ, ഏത് ടൈമിലാണോ പ്രഷർ കൂടുന്നത് അവിടെ അതായത് ഏത് ടൈമിലാണോ ഇൻപുട്ട് ക്വാണ്ടിറ്റി കൂടുന്നത് അതിനനുസരിച്ച് ആ ടൈമിൽ ഔട്ട്പുട്ട് ക്വാണ്ടിറ്റിയും കൂടും. അപ്പോൾ ഇതിന് എക്സാമ്പിളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് തെർമിസ്റ്ററിൽ എന്താ തെർമൽ റെസിസ്റ്റർ, പിന്നെ അത് സ്ട്രെയിൻ ഗേജ്, LVDT, തെർമോ കപ്പിൾ, ഇതൊക്കെ അനലോഗ് ട്രാൻസ്ഡ്യൂസറാണ്. പക്ഷേ ഈ ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ പോലെ തന്നെ അനലോഗിനെ പോലെ തന്നെ ഇൻപുട്ട് സിഗ്നൽ നമ്മൾ ഔട്ട്പുട്ട് സിഗ്നൽ ആകും, പക്ഷേ ഇതിൻ്റെ ഫോം ഓഫ് പൾസസ് ആണ് ആക്കി മാറ്റി. അതായത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക. 0 1 0 1 ഒരു ഡിസ്ക്രീറ്റ് ഔട്ട്പുട്ടായിരിക്കും കിട്ടുക. ഡിസ്ക്രീറ്റ് ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ ഹൈ വാല്യൂ ആയിരിക്കും ഇല്ലേ, ഇവിടെ ഹൈ വാല്യൂ കിട്ടും, ഇവിടെ ലോ. ഇങ്ങനത്തെ ഒരു ഔട്ട്പുട്ടായിരിക്കും എന്ത് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസറിന് നമുക്ക് കിട്ടുക. മറ്റേത് നമുക്കറിയാം ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും, നമുക്ക് വോൾട്ടേജ് കൂടും കുറയൊക്കെ ആവില്ല. പക്ഷേ ഇതെന്തായിരിക്കും ഒരു പെർമനൻ്റ് ആയിട്ട് നിൽക്കും. ഇതിൽ നെഗറ്റീവ് ഭാഗം കട്ട് ചെയ്താൽ നമുക്ക് ഫുള്ള് ഹൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിലെന്ന് വെച്ചപ്പോൾ ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ ഔട്ട്പുട്ട് സിഗ്നലിന് എന്ത് ഇൻപുട്ട് സിഗ്നലിനെ കൺവേർട്ട് ചെയ്ത് ഔട്ട്പുട്ട് സിഗ്നലാവും. ഔട്ട്പുട്ട് സിഗ്നൽ ഷുഡ് ബി ദ ഫോം ഓഫ് പൾസസ് ഓർ ഡിസ്ക്രീറ്റ് ഔട്ട്പുട്ട് ആയിരിക്കും. ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് ഡിസ്ക്രീറ്റ് ഔട്ട്പുട്ട്. അനലോഗ് ട്രാൻസ്ഡ്യൂസറിൽ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിരിക്കും. ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസറിൽ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഡിസ്ക്രീറ്റ് ആയിരിക്കും. അപ്പോൾ ഈ അനലോഗ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമുക്ക് മെഷർ ചെയ്യും. അതുപോലെ തന്നെ ഇൻഫർമേഷൻസൊക്കെ എന്തായാലും കോഡഡ് സിഗ്നൽസ് ആയിട്ടായിരിക്കും സെൻഡ് ചെയ്യുക. കണ്ടിന്യൂസ് സിഗ്നലിനെ പോലെ ഈ കറണ്ടോ വോൾട്ടേജോ വേരി ചെയ്തിട്ട്, ഇപ്പോൾ കണ്ടിന്യൂസ് സിഗ്നൽ എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ സെൻഡ് ചെയ്യുന്ന കറണ്ട് വോൾട്ടേജ് ഇങ്ങനെ വേരി ചെയ്തിട്ടാണ്. പക്ഷേ ഈ ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ എന്ന് വെച്ചാൽ കോഡഡ് സിഗ്നലായിട്ടായിരിക്കും സെൻഡ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ വരുമ്പോൾ ഇതിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ, ഇതെന്തായിരിക്കും ഇവിടെ 1 ആണല്ലോ, ഹയസ്റ്റ് 1 ആവും, ഇവിടെ 0 ആകും, ഇവിടെ 2 ഹയസ്റ്റ് വരുന്നില്ല, ടൈം ആകുമ്പോൾ 1 വരും, ഇവിടെ 0 വരും. ഇങ്ങനെ ഒരു കോഡഡ് സിഗ്നലായിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നത് നമുക്ക് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസറിൽ കിട്ടുന്നത്. ഓക്കെ, പിന്നെ നമുക്കറിയാം ഈ ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ എന്ന് വെച്ചാൽ നമുക്ക് അക്യുറസി കൂടുതലായിരിക്കും. ഇതിൻ്റെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചപ്പോൾ നമ്മൾ അനലോഗിനെ ബേസ് ചെയ്തിട്ട് ഇതിനെന്തായിരിക്കും അക്യുറസി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇറ്റ് സപ്പോർട്ട് ലേറ്റ്ലി ഇമ്മ്യൂണിറ്റി ഫോർ എ ഹൈ ലെവൽ ഡിജിറ്റൽ സിഗ്നൽ ടു എക്സ്ട്രീം ഡിസ്റ്റർബൻസ്. അതായത് ഡിജിറ്റൽ സിഗ്നലിന് ഒരു ഡിസ്റ്റർബൻസിൽ നിന്നൊരു ഇമ്മ്യൂണിറ്റി, അതായത് നോയ്സ് കുറവായിരിക്കും. അപ്പോൾ ഫസ്റ്റ് 1 എന്തായിരിക്കും അക്യുറസി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് തന്നെ എന്ന് വെച്ചാൽ നോയ്സ് കുറവായിരിക്കും. അത് ഏത് അഡ്വാൻറ്റേജ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എഴുതാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെന്ത് ചെയ്യുക, സിഗ്നലിന് നോയ്സ് കുറവായിരിക്കും, നമ്മുടെ ഡാറ്റ എന്തായിരിക്കും ലോങ് ഡിസ്റ്റൻസിൽ ഡാറ്റാസ് സെൻഡ് ചെയ്യാനുള്ളത് എന്ത് ചെയ്യും സഹായിക്കും. ലോങ് ഡിസ്റ്റൻസിൽ ഡാറ്റാസ് സെൻഡ് ചെയ്യാൻ സഹായിക്കും എന്ന് വെച്ചാൽ ഇതിനകത്ത് അക്യുറസി കൂടുതലാണ്, നോയ്സ് കുറവാണ്. നോയ്സ് കുറവാകുമ്പോൾ നമുക്ക് ലോങ് ഡിസ്റ്റൻസിൽ ഡാറ്റ സെൻഡ് ചെയ്താലും എന്തുണ്ടാവില്ല, അതിൻ്റെ ഔട്ട്പുട്ടും അധികം ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ ഇറ്റ്സ് പോസിബിലിറ്റി ട്രാൻസ്മിറ്റിംഗ് ദ സിഗ്നൽ ഓവർ ലോങ് ഡിസ്റ്റൻസ്. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് സിംപ്ലിഫൈ ദ ഡാറ്റ പ്രസൻറ്റേഷനൊക്കെ സിംപ്ലിഫൈ ചെയ്ത് ജസ്റ്റ് കോഡ് 1010 അങ്ങനെ കോഡാണ് അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4 അഡ്വാൻറ്റേജ് പഠിച്ചു വെക്കാം. പിന്നെ നമുക്കറിയാം നമ്മൾ ഏതും ഒരു ട്രാൻസ്ഡ്യൂസർ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മളെ വോൾട്ടേജ് കറണ്ട് ആ ഒരു വേരിയേഷൻ ആയിരിക്കും, അത് നമുക്കറിയാം അനലോഗ് സിഗ്നൽ. അപ്പോൾ ഏത് ട്രാൻസ്ഡ്യൂസറും
പ്രൈമറിയിൽ അതെന്താണ് അനലോഗാണ്. പിന്നെ ഈ അനലോഗ് ട്രാൻസ്ഡ്യൂസർ നമ്മൾ ഏതെങ്കിലും അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഡിജിറ്റൽ ഔട്ട്പുട്ട് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അനലോഗിന് നാച്ചുറൽ ആയിരിക്കും. പിന്നെ ഏതെങ്കിലും ഒരു കൺവേർഷൻ, അതായത് അനലോഗിന് നമ്മൾ മാറ്റാൻ അനലോഗ് ടു ഡിജിറ്റൽ, ഇങ്ങനെ പറയാം, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ അല്ലെങ്കിൽ എ ടു ഡി കൺവേർഷൻ എന്ന് പറയും. ഇങ്ങനെയും എഴുതലുണ്ട്, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ. ഓക്കെ, ഈ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ തന്നെ കുറച്ച് ഡിവൈസസ് ഉണ്ട്. ഈ ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫിഗർ ഇതാണ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ ആക്കി മാറ്റുന്നത്. അതായത് ഇവിടെ നമുക്കറിയാം ഫിസിക്കൽ വേരിയബിൾസ്, നമുക്ക് ട്രാൻസ്ഡ്യൂസർ എന്ന് വെച്ചാൽ നമുക്ക് എന്താ ഫിസിക്കൽ ഇൻപുട്ട് കൊടുക്കില്ല, ഫിസിക്കൽ വേരിയബിളാണ് ഇവിടെ ഇൻപുട്ട്. ഇത് നമ്മൾ അനലോഗ് ട്രാൻസ്ഡ്യൂസറിന് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്, അനലോഗ് ഔട്ട്പുട്ടാണ് കിട്ടുന്നത്, അനലോഗ് സിഗ്നലാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഈ അനലോഗ് ഔട്ട്പുട്ടിനെ നമ്മൾ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, എ ടു ഡി, എയർ ബാർ ഡി പറയും, അതുപോലെ തന്നെ എ ടു ഡി കൺവേർട്ടർ. ഈ എ ടു ഡി കൺവേർട്ടർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, അനലോഗിനെ ഡിജിറ്റലാക്കി മാറ്റുന്ന കൺവേർട്ടർ ഇത് എന്ത് ചെയ്യുക, ഡിജിറ്റൽ ഔട്ട്പുട്ടായിരിക്കും പിന്നെ നമുക്ക് കിട്ടുന്നത്. ഇതാണ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസറിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഡയഗ്രാം ഇതാണ്. അതായത് അനലോഗ് ട്രാൻസ്ഡ്യൂസറാണ് ആക്ച്വലി. ഇതിന് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസറാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ ടൈപ്സ് ജസ്റ്റ് പേര് പഠിച്ചാൽ മതി. ഷാഫ്റ്റ് എൻകോഡർ, ഡിജിറ്റൽ റിസോർവർ, ഡിജിറ്റൽ ടാക്കോമീറ്റർ, ഹോൾ എഫക്റ്റ് സെൻസർ, ലിമിറ്റ് സെൻസർ, ടൈപ്സ് എന്നൊക്കെ ഇതൊക്കെ എന്താണ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസേഴ്സിന് എക്സാമ്പിളാണ് ഇതൊക്കെ. നമ്മൾ പറഞ്ഞ LVDT ഇതൊക്കെ എന്താ അനലോഗാണില്ല, കാരണം വോൾട്ടേജ് ഇതാക്കിയിട്ട് മാറ്റുകയും ചെയ്യുന്നത്. ഇതൊക്കെ ഷാഫ്റ്റ് എൻകോഡേഴ്സ് അല്ല, മെയിനായിട്ട് ഈ എൻകോഡേഴ്സൊക്കെ എന്താണ് നമ്മൾ പഠിച്ചിട്ട് നിങ്ങൾ ഇതിൽ പഠിക്കുന്നുണ്ടാവും, കമ്പ്യൂട്ടറിലൊക്കെ പഠിക്കുന്നുണ്ടാവും, എൻകോഡർ, ഡീകോഡർ, മൾട്ടിപ്ലക്സ് ഇതൊക്കെ അല്ലേ. അപ്പോൾ ഈ എൻകോഡറൊക്കെ നമുക്ക് എന്ന് വെച്ചാൽ ഡിജിറ്റൽ ടൈപ്പാണ്. ഓക്കെ, ഇത് അഞ്ചാണ് ഇതിൻ്റെ എക്സാമ്പിൾസിൽ എഴുതുക. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇതാണ്. പിന്നെ അപ്ലിക്കേഷൻസ്, ഡിഫറെൻറ്റ് അപ്ലിക്കേഷൻ, ഇതിൽ കുറച്ചൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഡോർ കൺട്രോൾ ഡിവൈസ്, ട്രാഫിക് കൺട്രോൾ ഡിവൈസ്, ലെൻസ് ഗ്രൈൻഡിങ് മെഷീന്, കൺവേർട്ടിംഗ് മെഷീൻസ്, ലാബിലിംഗ് മെഷീൻസ്, ഡ്രില്ലിംഗ് മെഷീൻസ്, മിക്സിംഗ് മെഷീൻസ്, മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നു, റോബോട്ടിക്സിൽ യൂസ് ചെയ്യുന്നു, ലെങ്ത് മെഷർമെൻറ്റിന് യൂസ് ചെയ്യുക, ബോൾട്ടിംഗ് മെഷീൻസ്, ടെലിസ്കോപ്പ്, കൺവെയേഴ്സ്, പ്രോസസ് ലൈൻസ്, CNC മെഷീൻസ്, ഓട്ടോമാറ്റിക് വെൽഡിംഗ്, ബാർകോഡ്, റഡാർ, റോളിംഗ് മിൽസ്, എലിവേറ്റർ, ബാർകോഡ് റീഡറിൽ, പിന്നെ വൈൻഡിങ് മെഷീൻസ്, ന്യൂക്ലിയർ പ്രോസസ്സിൽ, വിൻഡ് ടർബൈൻസ്, പൊസിഷൻ വെലോസിറ്റി സെൻസേഴ്സിൽ യൂസ് ചെയ്യുന്നു, DC സെർവോ കമ്മ്യൂണിക്കേഷനിൽ, മോട്ടോഴ്സിലൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്, റോബോട്ടിക്സിൽ യൂസ് ചെയ്യുന്നു, ഓട്ടോമേഷനിൽ, CNC മെഷീനിൽ, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, മെഡിക്കൽ ഡിവൈസിലൊക്കെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ.